ഹായ് എവരി വൺ. 10ാം ക്ലാസ് ഇംഗ്ലീഷിലെ 3ാമത്തെ യൂണിറ്റിലെ 2ാമത്തെ പാഠമായിട്ടുള്ള വാർ എന്ന് പറയുന്ന ഒരു കഥയാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. കഥയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആ ഒരു ഹെഡിങ്ങിന്റെ മുകളിലായിട്ട് കൊടുത്ത കുറച്ച് വരികളുണ്ട്, നമുക്ക് വായിച്ചു നോക്കാം. അനദർ ഡേ ഇൻ പാരഡൈസ് പെയിൻസ് എ ഹാർട്ട് റെൻഡിങ് പിക്ചർ ഓഫ് ദി സഫറിംഗ് ഓഫ് ദി ഹോംലെസ്. പർദീസയിലെ മറ്റൊരു ദിവസം എന്ന് പറയുന്ന കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്ത ഒരു ഗാനം ഉണ്ടായിരുന്നു അല്ലെ. അത് ഭവനരഹിതരുടെ കഷ്ടപ്പാടുകളുടെ ഹൃദയഭേദകമായ ഒരു ചിത്രം വരക്കുന്നു. Now think about how people would feel when they lost someone important to them. ഇനി തങ്ങളുടെ പ്രിയപ്പെട്ട ഒരാളെ നഷ്ടപ്പെടുമ്പോൾ ആളുകൾക്ക് എങ്ങനെ തോന്നുമെന്ന് നിങ്ങൾ ചിന്തിക്കുക. How would they express their emotions and share their feelings? അവർ എങ്ങനെയാണ് വികാരങ്ങൾ പ്രകടിപ്പിക്കുകയും വികാരങ്ങൾ പങ്കിടുകയും ചെയ്യുന്നത്? How would they find the strength to move on? അവര് മുന്നോട്ട് പോകാനുള്ള ശക്തി അവർ എങ്ങനെ കണ്ടെത്തും? Let's read a story by Luigi Pirandello which explores how people grapple with the loss and grief in times of war. യുദ്ധസമയത്ത് ആളുകൾ എങ്ങനെ നഷ്ടങ്ങളും ദുഃഖങ്ങളും നേരിടുന്നു എന്ന് പര്യവേഷണം ചെയ്യുന്ന ലൂയിജി പിരാൻഡെല്ലോയുടെ ഒരു കഥ നമുക്ക് വായിച്ചു നോക്കാം. The passengers who had left Rome by the night express had to stop until dawn at the small station of Fabriano. The passengers, യാത്രക്കാര്, who had left Rome, റോമിൽ നിന്നും യാത്ര പുറപ്പെട്ട യാത്രക്കാരുണ്ടല്ലോ, അവര് ബൈ ദി നൈറ്റ് എക്സ്പ്രസ്, അവർ ഏത് വാഹനത്തിലാണ് പോകുന്നത്? നൈറ്റ് എക്സ്പ്രസിലാണ്, രാത്രിയുള്ള എക്സ്പ്രസ് ട്രെയിനിലാണ് അവർ യാത്ര പുറപ്പെട്ടത്. അവർക്ക് ഹാഡ് ടു സ്റ്റോപ്പ്, നിൽക്കേണ്ടി വന്നു, അണ്ടിൽ ഡൗൺ, പ്രഭാതം വരെ അല്ലെങ്കിൽ പുലർച്ചെ വരെ, അറ്റ് ദി സ്മോൾ സ്റ്റേഷൻ ഓഫ് ഫാബ്രിയാനോ, ഫാബ്രിയാനോ എന്ന് പറയുന്ന ഒരു ചെറിയ സ്റ്റേഷനിൽ പുലർച്ചെ വരെ അവർക്ക് നിൽക്കേണ്ടി വന്നു. They then needed to continue their journey by the old-fashioned local train to Salmona. They then, അവർക്ക് അതിനുശേഷം needed to continue, അവർക്ക് തുടരേണ്ടി വന്നു their journey, അവരുടെ യാത്ര by the old-fashioned local train, അവിടെയുള്ള ഒരു പഴയ മോഡൽ ട്രെയിനിൽ, തീവണ്ടിയിൽ, to Salmona, സൽമോണയിലേക്ക്. At dawn, in a stuffy and smoky second-class carriage in which a few people had already spent the night, a stout woman in deep mourning was hosted in. At dawn, പ്രഭാതത്തിൽ, in a stuffy, നിറഞ്ഞ, കുത്തി നിറഞ്ഞ, ഒരുപാട് ആൾക്കാരുള്ള, ആൻഡ് സ്മോക്കി, പുക വരുന്നതുമായിട്ടുള്ള, സെക്കൻഡ് ക്ലാസ് കാരിയേജ്, ഒരു സെക്കൻഡ് ക്ലാസ് ട്രെയിനില്, ഇൻ വിച്ച്, അതില്, എ ഫ്യൂ പീപ്പിൾ, ചില ആൾക്കാർ, ഹാഡ് ഓൾറെഡി സ്പെൻഡ് ദ നൈറ്റ്, അതിൽ തന്നെ ആയിരുന്നു അവർ കഴിഞ്ഞ ദിവസത്തെ രാത്രി ചെലവഴിച്ചത്. അങ്ങനെയുള്ള ഒരു പഴയ സെക്കൻഡ് ക്ലാസ് തീവണ്ടിയിൽ, എ സ്റ്റൗട്ട് വുമൺ, ഒരു തടിച്ച സ്ത്രീ, തടിയുള്ള സ്ത്രീ, ഇൻ ഡീപ് മോർണിംഗ്, അത് വളരെയധികം ദുഃഖിക്കുന്ന അവസ്ഥയിലായിരുന്നു ആ സ്ത്രീ ഉണ്ടായിരുന്നത്. അങ്ങനെയുള്ള ഒരു സ്ത്രീ വാസ് ഹോസ്റ്റഡ് ഇൻ, അതിലേക്ക് കയറി, ആ ഒരു തീവണ്ടിയിലേക്ക് കയറി. ബിഹൈൻഡ് ഹെർ, അവളുടെ പിന്നിലായിട്ട്, പഫിംഗ് ആൻഡ് മോർണിംഗ്, കിതച്ചുകൊണ്ടും, പഫിംഗ് മീൻസ് കിതച്ചുകൊണ്ടും, ആൻഡ് മോർണിംഗ് വിലപിച്ചുകൊണ്ടും, അല്പം സങ്കടത്തോടെയും, ഫോളോഡ് ഹെർ, അവളെ പിന്തുടർന്നുകൊണ്ട്, ഹെർ ഹസ്ബൻഡ്, അവരുടെ ഭർത്താവ് ഉണ്ടായിരുന്നു. എ ടൈനി മാൻ, ഒരു ചെറിയ മനുഷ്യൻ, തിൻ ആൻഡ് വീക്ക്, വളരെ മെലിഞ്ഞിട്ട് വീക്ക് ആയിട്ടുള്ള ഒരു ബലഹീനനായ, ദുർബലനായ ഒരു മനുഷ്യൻ. ഹിസ് ഫേസ്, അദ്ദേഹത്തിന്റെ മുഖമാകട്ടെ, ഡെത്ത് വൈറ്റ്, വിളർച്ചയുടെ വെള്ള നിറമുള്ള തരത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ മുഖം. ഹിസ് ഐസ് വേർ സ്മോൾ, അദ്ദേഹത്തിന്റെ കണ്ണുകൾ വളരെ ചെറുതും, ആൻഡ് ബ്രൈറ്റ്, നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള വെളിച്ചമുള്ളതുമായിരുന്നു, തിളക്കമുള്ളതുമായിരുന്നു. ആൻഡ് ഹി ലുക്ക്ഡ് ഷൈ ആൻഡ് അൺഈസി, ആൻഡ് ഹി ലുക്ക്ഡ്, അദ്ദേഹത്തെ കാണപ്പെട്ടു, ഷൈ, ശങ്കയുള്ളതായിട്ട്, എന്തൊക്കെയോ അദ്ദേഹത്തിന്റെ മനസ്സിൽ അലട്ടുന്നുണ്ട്, ആൻഡ് അൺഈസി, അദ്ദേഹം വിഷമമുള്ളതായിട്ട് അദ്ദേഹത്തെ കാണപ്പെട്ടു. ഹാവിംഗ് അറ്റ് ലാസ്റ്റ് ടേക്കൻ എ സീറ്റ്, അങ്ങനെ അവസാനം സീറ്റൊക്കെ കിട്ടിയതിനു ശേഷം, ഹി പൊലൈറ്റ്ലി താങ്ക്ഡ്, അദ്ദേഹം വളരെ മാന്യമായിട്ട് നന്ദി പറഞ്ഞു, ദ പാസഞ്ചേഴ്സ്, അതിലുള്ള യാത്രക്കാർക്ക്, ഹു ഹാഡ് ഹെൽപ്ഡ്, അവരാണ് അയാളെ സഹായിച്ചത്, ഹിസ് വൈഫ്, അദ്ദേഹത്തിന്റെ ഭാര്യയെ, ബൈ മേക്കിംഗ് റൂം ഫോർ ഹെർ, അവൾക്ക് ഇരിക്കാനുള്ള ഒരു സ്ഥലം കിട്ടാൻ വേണ്ടി സഹായിച്ച യാത്രക്കാർക്ക് അദ്ദേഹം വളരെ മാന്യതയോടുകൂടി നന്ദി പറഞ്ഞു. എന്താണ്? ദെൻ ഹി ടേൺഡ് റൗണ്ട് ടു ദി വുമൺ ആൻഡ് പൊലൈറ്റ്ലി ഇൻക്വയർഡ്. ദെൻ, അതിനുശേഷം, ഹി ടേൺഡ് റൗണ്ട്, അദ്ദേഹം തിരിഞ്ഞു, ടു ദി വുമൺ, ആ സ്ത്രീയുടെ നേരെ, അദ്ദേഹത്തിന്റെ ഭാര്യയുടെ നേരെ, ആൻഡ് പൊലൈറ്റ്ലി ഇൻക്വയർഡ്, വളരെ മാന്യമായിട്ട്, വളരെ സഭ്യതയോട് കൂടിയിട്ട് അദ്ദേഹം അന്വേഷിച്ചു, അദ്ദേഹം ചോദിച്ചു, ആർ യു ഓൾ റൈറ്റ് ഡിയർ, പ്രിയേ, നീ ഓക്കെ ആണോ? ഓൾ ഓൾ റൈറ്റ്, നിനക്ക് സുഖമാണോ? ഓ, കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ചോദിച്ചു. ദ വൈഫ്, ആ ഒരു സ്ത്രീ ഉണ്ടല്ലോ, അദ്ദേഹത്തിന്റെ ഭാര്യ ഉണ്ടല്ലോ, ഇൻസ്റ്റെഡ് ഓഫ് ആൻസറിങ്, അതിന് മറുപടി പറയുന്നതിന് പകരമായിട്ട്, പുൾഡ് അപ്പ് ദി കോളർ ഓഫ് ഹെർ കോട്ട്, പുൾഡ് അപ്പ്, മുകളിലേക്ക് വലിച്ചു, ദ കോളർ ഓഫ് ഹെർ കോട്ട്, അവളുടെ കോട്ടിന്റെ കോളർ മുകളിലേക്ക് വലിച്ചു, ടു ഹൈഡ്, മറക്കാൻ വേണ്ടിയിട്ട്, ഹെർ ഫേസ്, അവളുടെ മുഖം. അപ്പൊ ആ സ്ത്രീ മറുപടി പറയുന്നില്ല ഭാര്യ, അപ്പൊ അതിന് പകരമായിട്ട് മുഖം മറക്കാൻ വേണ്ടിയിട്ട് ആ കോളർ മുകളിലേക്ക് വലിച്ചു. നാസ്റ്റി വേൾഡ്, മ്യൂട്ടഡ് ദ ഹസ്ബൻഡ് വിത്ത് എ സാഡ് സ്മൈൽ. നാസ്റ്റി വേൾഡ്, വളരെ മോശപ്പെട്ട ഒരു ലോകം. മ്യൂട്ടേഡ് ദ ഹസ്ബൻഡ്, ഹസ്ബൻഡ് പെറുപെറുത്തു, വിത്ത് എ സാഡ് സ്മൈൽ, വളരെയധികം സങ്കടത്തോടെയുള്ള ഒരു പുഞ്ചിരി ചിരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ചിരി ചിരിച്ചുകൊണ്ട്, സങ്കടത്തിലുള്ള ഒരു ചിരി ചിരിച്ചുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്യാണ്, പെറുപെറുത്തുകൊണ്ട് പറഞ്ഞു. And he felt it is his duty to explain to his traveling companions that the poor woman was to be pitied.
ആൻഡ് ഹി ഫെൽറ്റ് അദ്ദേഹത്തിന് തോന്നി ഇറ്റ് ഈസ് ഹിസ് ഡ്യൂട്ടി അത് അദ്ദേഹത്തിന്റെ കർത്തവ്യമാണ് ഡ്യൂട്ടിയാണെന്ന് അദ്ദേഹത്തിന് തോന്നി ടു എക്സ്പ്ലെയിൻ വിശദീകരിക്കുക എന്നുള്ളത് ടു ഹിസ് ട്രാവലിംഗ് കമ്പാനിയൻസ് അദ്ദേഹത്തിന്റെ കൂടെ യാത്ര ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ അവരോട് എക്സ്പ്ലെയിൻ ചെയ്യുക അവർക്ക് പറഞ്ഞു കൊടുക്കുക വിശദീകരിക്കുക എന്നുള്ളത് അദ്ദേഹത്തിന്റെ കർത്തവ്യവുമായിട്ട് അദ്ദേഹത്തിന് തോന്നി. എന്താണ് അദ്ദേഹം വിശദീകരിക്കുന്നത്? ദാറ്റ് ദ പുവർ വുമൺ ആ പാവം സ്ത്രീ ഉണ്ടല്ലോ അദ്ദേഹത്തിന്റെ ഭാര്യ വാസ് ടു ബി പിറ്റീഡ് ആ സ്ത്രീ ദയ അർഹിക്കുന്നുണ്ട് എന്നുള്ള കാര്യം മറ്റുള്ളവരെ അറിയിക്കേണ്ടത് അദ്ദേഹത്തിന്റെ കർത്തവ്യമാണെന്ന് അദ്ദേഹത്തിന് തോന്നി. ദ വാർ വാസ് ടേക്കിംഗ് അവേ ഫ്രം ഹർ ദെയർ ഓൺലി സൺ എന്താണ് സംഭവം? ദ വാർ യുദ്ധം വാസ് ടേക്കിംഗ് അവേ മാറ്റി നിർത്തുന്നുണ്ടായിരുന്നു അല്ലെങ്കിൽ അകറ്റി നിർത്തുന്നുണ്ടായിരുന്നു ഫ്രം ഹർ അവളിൽ നിന്നും ദെയർ ഓൺലി സൺ അവരുടെ ഒരേ ഒരു മകനെ. അപ്പൊ ആ യാത്രക്കാരൻ ആ ഭാര്യയുടെ ഭർത്താവ് എന്ത് ചെയ്യാണ്? അവിടെയുള്ള ആൾക്കാർക്ക് വിശദീകരിച്ചു കൊടുക്കുകയാണ് എന്തുകൊണ്ടാണ് ആ സ്ത്രീ ഇങ്ങനെ ദുഃഖിച്ചു നിൽക്കുന്നത്, അവളോട് ദയ കാണിക്കേണ്ടത് എന്തുകൊണ്ടാണെന്ന് വിശദീകരിക്കുകയാണ്. എന്താ കാരണം? അവരുടെ കുട്ടി എന്ത് ചെയ്യുന്നുണ്ട്? യുദ്ധം കാരണമായിട്ട് അകന്ന് നിൽക്കേണ്ട ഒരു അവസ്ഥയുണ്ട്. എ ബോയ് ഓഫ് 20 എന്താണ്? ആ കുട്ടിയുടെ വയസ്സ് 20 വയസ്സാണ്. ബോത്ത് ഓഫ് ദം ഹാഡ് ഡിവോട്ടഡ് ദെയർ എൻ്റർ ലൈഫ് ടു ഹിം ബോത്ത് ഓഫ് ദം അവർ രണ്ടുപേരും ആ ഭാര്യയും ഭർത്താവും ഹാഡ് ഡിവോട്ടഡ് സമർപ്പിച്ചിരുന്നു ദെയർ എൻ്റയർ ലൈഫ് അവരുടെ മുഴുവൻ ജീവിതവും ടു ഹിം അവന് വേണ്ടിയിട്ട്. ദേ ഹാഡ് ഇവൻ ബ്രോക്കൺ അപ്പ് ദെയർ ഹോം ടു സൽമോന ടു ഫോളോ ഹിം ടു റോം. ദേ ഹാഡ് ഇവൻ ബ്രോക്കൺ അപ്പ് അവർ നഷ്ടപ്പെടുത്തുക ചെയ്തു ദെയർ ഹോം അവരുടെ വീട് അറ്റ് സൽമോണയിലുള്ള എന്തിനു വേണ്ടിയിട്ട്? ടു ഫോളോ ഹിം അവന് വേണ്ടിയിട്ട് അവന് പോകാൻ വേണ്ടിയിട്ട് റോമിലേക്ക്. അവിടെയായിരുന്നു ഹി ഹാഡ് ടു ഗോ എസ് എ സ്റ്റുഡന്റ് അവന് സ്റ്റുഡന്റ് ആയിട്ട് പോകേണ്ടി വന്നത്. അവന് പഠിക്കാൻ വേണ്ടിയിട്ട് റോമിൽ പഠിക്കാൻ വേണ്ടിയിട്ട് അവരുടെ സ്വന്തം വീട് സൽമോണയിലെ വീട് വരെ അവർക്ക് നഷ്ടപ്പെടുത്തേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ദേ അലൗഡ് ഹിം അവർ അവനെ അനുവദിച്ചു അലോ ചെയ്തു ടു വളണ്ടിയർ ഫോർ വാർ ഒരു വാറിൽ വളണ്ടിയർ ആവാൻ വേണ്ടിയിട്ട് അതിൽ സഹായിക്കാൻ വേണ്ടിയിട്ട് വിത്ത് ആൻ അഷുറൻസ് ഒരു ഉറപ്പ് കൊണ്ട്. എന്തായിരുന്നു അവർക്ക് കിട്ടിയ ഉറപ്പ്? ദാറ്റ് ഫോർ അറ്റ്ലീസ്റ്റ് 6 months ആദ്യത്തെ 6 മാസമെങ്കിലും ഹി വുഡ് നോട്ട് ബി സെൻഡ് അവനെ അയക്കില്ല എന്നുള്ള ഉറപ്പില് ടു ദി വാർ ഫ്രണ്ട് യുദ്ധമുഖത്തേക്ക്. അപ്പൊ യുദ്ധം നടക്കുന്ന യുദ്ധമുഖത്തേക്ക് ആദ്യത്തെ 6 മാസം അവനെ അയക്കില്ല എന്നുള്ള ഉറപ്പിലാണ് അവനെ വളണ്ടിയർ ആവാൻ സമ്മതിച്ചത്. ആൻഡ് നൗ ഇപ്പോ ഓൾ ഓഫ് എ സഡൻ പെട്ടെന്ന് വളരെ പെട്ടെന്ന് ദേ റിസീവ്ഡ് അവർക്ക് കിട്ടി എ വയർ ഒരു കമ്പി കിട്ടി അല്ലെങ്കിൽ ഒരു കത്ത് കിട്ടി ഫ്രം ഹിം അവനിൽ നിന്ന്. എന്താണ് ആ കത്തിൽ പറയുന്നത്? സെയിങ് ദാറ്റ് അതിൽ പറയുന്നത് ഹി വാസ് ഡ്യൂ ടു ലീവ് അവന് പോകേണ്ടി വരുന്നു അവന് പോകണം എന്നുള്ള കാര്യമാണ്. ഇൻ 3 days 3 ദിവസത്തിനുള്ളിൽ 3 days ടൈം 3 ദിവസ സമയത്തിനുള്ളിൽ ഈ യുദ്ധമുഖത്തേക്ക് പോകണം എന്നുള്ള ഒരു മെസ്സേജ് ഒരു കമ്പി അല്ലെങ്കിൽ ഒരു കത്ത് അവർക്ക് കിട്ടുകയാണ്. ദേ വേർ നൗ ഗോയിങ് ടു സീ ഹിം ഓഫ് അവരിപ്പോ എന്താ ചെയ്യുന്നത്? ഗോയിങ് ടു സീ ഹിം ഓഫ് അവനെ യാത്രയാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങോട്ട് പോകുന്നത്. അപ്പൊ 3 ദിവസത്തിനുള്ളിൽ അവൻ എന്ത് ചെയ്യും? യുദ്ധമുഖത്തേക്ക് പോകും. അതിനു വേണ്ടിയിട്ട് അവനെ യാത്ര അയക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ അവർ ഈ ട്രെയിനിൽ യാത്ര ചെയ്യുന്നത്. ദ വുമൻ വാസ് ട്വിസ്റ്റിംഗ് ആൻഡ് wriggling at times growling like a wild animal. ദ വുമൺ ആ സ്ത്രീ ഉണ്ടല്ലോ ഭാര്യ ഉണ്ടല്ലോ വാസ് ട്വിസ്റ്റിംഗ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ തിരിഞ്ഞു കളിക്കുന്നുണ്ട്. ആൻഡ് wriggling പിടയുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സങ്കടം കൊണ്ട് ഇങ്ങനെ പിടയുന്നുണ്ട്. അറ്റ് ടൈംസ് ചില സമയങ്ങളിൽ ഗ്രോണിങ് മുരളുന്നുണ്ട് ലൈക്ക് എ വൈൽഡ് ആനിമൽ ഒരു വന്യമൃഗത്തെ പോലെ. അപ്പൊ അതിന്റെ ഉള്ളിലുള്ള സങ്കടം കൊണ്ട് ഈ കാര്യങ്ങളൊക്കെ ചിന്തിച്ചിട്ട് ആ സ്ത്രീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. She felt certain that all those explanations would not have aroused even a shadow of sympathy from those people. She felt അവൾക്ക് തോന്നി ആ സ്ത്രീക്ക് തോന്നി certain തീർച്ചയായിട്ടും that all those ഇത്രയും വിശദീകരണം ആ ഭർത്താവ് പറഞ്ഞല്ലോ അവിടെയുള്ള ആൾക്കാരോട് അതൊന്നും would not have aroused ഉയർത്തിയിട്ടില്ല അല്ലെങ്കിൽ ഉണ്ടാക്കിയിട്ടില്ല എന്ന് ആ സ്ത്രീക്ക് ഉറപ്പായിരുന്നു. ഇവൻ എ ഷാഡോ ഓഫ് സിമ്പതി ഒരു ചെറിയ സിമ്പതിയുടെ സഹതാപത്തിന്റെ നിഴൽ പോലും ആരുടെ ഉള്ളിൽ ഉണ്ടാക്കിയിട്ടില്ല എന്ന് ആ സ്ത്രീക്ക് ഉറപ്പായിരുന്നു ഫ്രം ദോസ് പീപ്പിൾ ആ ജനങ്ങളിൽ നിന്ന്. ഇത്രയൊക്കെ ആ സ്ത്രീയുടെ അവസ്ഥ ജനങ്ങളോട് ആ യാത്രക്കാരോട് പറഞ്ഞിട്ടും അവരാരും എന്തില്ല ഒരു സിമ്പതിയുടെ ഒരു ചെറിയ നിഴൽ പോലും ആരിലും ഉണ്ടാക്കിയില്ല. They were all most likely in the same plight as herself. എന്തുകൊണ്ടാണ് അങ്ങനെ അവർക്കൊന്നും പ്രത്യേകിച്ച് ഈ സ്ത്രീയുടെ അവസ്ഥ കേട്ടപ്പോ പ്രത്യേകിച്ച് സിമ്പതി ഒന്നും തോന്നാത്തത്? They were all അവരെല്ലാവരും ആയിരുന്നു മോസ്റ്റ് ലൈക്ലി ഏറ്റവും കൂടുതൽ അതായത് പ്രത്യേകിച്ചും കൂടുതൽ ഉള്ള ആൾക്കാർ എങ്ങനെയായിരുന്നു എന്നറിയോ? ഇൻ ദ സെയിം പ്ലൈറ്റ് ആസ് ഹെർസെൽഫ് ഇൻ ദ സെയിം പ്ലൈറ്റ് അതേ ദുരവസ്ഥയിലായിരുന്നു. പ്ലൈറ്റ് എന്ന് പറഞ്ഞ ദുരവസ്ഥ. ആസ് ഹെർസെൽഫ് അവള് കടന്നു പോകുന്ന ആ ഭാര്യ കടന്നു പോകുന്ന അല്ലെങ്കിൽ ആ അമ്മ കടന്നു പോകുന്ന ആ സ്ത്രീ കടന്നു പോകുന്ന അവസ്ഥയുണ്ടല്ലോ അതേ ദുരവസ്ഥയിൽ തന്നെയായിരുന്നു ആ ട്രെയിനിൽ ഉണ്ടായിരുന്ന ഭൂരിഭാഗം ആൾക്കാരുണ്ടായിരുന്നത്. വൺ ഓഫ് ദം അതിൽപ്പെട്ട ഒരാള് ഹു ഹാഡ് ബീൻ ലിസണിങ് അയാൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു വിത്ത് എ പെർട്ടിക്കുലർ അറ്റൻഷൻ വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് ഇയാൾ പറയുന്നതൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന അതിലുള്ള ഒരു യാത്രക്കാരൻ സെഡ് അയാൾ ഇങ്ങനെ പറഞ്ഞു. എന്താണ് ആ യാത്രക്കാരൻ ഇവരോട് പറഞ്ഞത്? യു ഷുഡ് താങ്ക് ഗോഡ്
നിങ്ങൾ ദൈവത്തോട് നന്ദി പറയണം. ദാറ്റ് എന്താണ്? യുവർ സൺ ഈസ് ലീവിങ് ഫോർ ദി ഫ്രണ്ട് ഓൺലി നൗ. യുവർ സൺ, നിങ്ങളുടെ മകനുണ്ടല്ലോ, ഇസ് ലീവിങ് ഫോർ ദി ഫ്രണ്ട്, അവൻ യുദ്ധമുഖത്തേക്ക് പോകുന്നത് ഓൺലി നൗ, ഇപ്പോൾ മാത്രമാണ്. അപ്പൊ നിങ്ങൾ ദൈവത്തോട് നന്ദി പറയണം. കാരണം നിങ്ങളുടെ മകൻ ഇപ്പോഴല്ലേ പോകേണ്ടി വന്നിട്ടുള്ളൂ. മൈൻ, എന്റെ മകനുണ്ടല്ലോ, അല്ലെങ്കിൽ എന്റെ ആൾക്കാരുണ്ടല്ലോ, ഹാഡ് ബീൻ സെൻഡ് ദർ, അങ്ങോട്ട് അയച്ചിട്ടുണ്ട്. ദ ഫസ്റ്റ് ഡേ ഓഫ് ദി വാർ, യുദ്ധത്തിന്റെ ആദ്യ ദിവസം തന്നെ എന്റെ മക്കളെ യുദ്ധമുഖത്തേക്ക് പറഞ്ഞയച്ചിട്ടുണ്ട്. നിങ്ങളുടെ മകൻ ഇപ്പോഴല്ലേ വിളിച്ചിട്ടുള്ളൂ എന്ന് പറയാം. ഹി ഹാസ് ഓൾറെഡി കം ബാക്ക്, അവൻ ഓൾറെഡി തിരിച്ചു വന്നിട്ടുണ്ട്. എന്റെ മകൻ പോയിട്ട് തിരിച്ചു വന്നിട്ടുണ്ട്. ട്വൈസ്, 2 പ്രാവശ്യം. വൗണ്ടഡ്, മുറിവേറ്റുകൊണ്ട്. ആൻഡ് ബീൻ സെൻഡ് ബാക്ക്, അവനെ തിരിച്ചു വീണ്ടും അയച്ചിട്ടുണ്ട്. അഗെയിൻ, വീണ്ടും ടു ദി വാർ ഫ്രണ്ട്, ആ യുദ്ധമുഖത്തേക്ക് തന്നെ. അപ്പൊ നിങ്ങൾ ദൈവത്തോട് നന്ദി പറയണം. കാരണം നിങ്ങളെ മകൻ ഇപ്പോഴല്ലേ വിളിച്ചിട്ടുള്ളൂ. പക്ഷെ നിങ്ങൾ മകൻ ഇപ്പോഴല്ലേ പോകുന്നുള്ളൂ. പക്ഷെ എന്റെ മകനുണ്ടല്ലോ, അവൻ ആദ്യത്തെ ദിവസം തന്നെ യുദ്ധമുഖത്തേക്ക് പോയതാണ്. 2 പ്രാവശ്യം മുറിവേറ്റു വന്ന് വീണ്ടും ആ യുദ്ധമുഖത്തേക്ക് പോയവനാണ് എന്റെ മകൻ. അതുകൊണ്ട് നിങ്ങൾ ദൈവത്തോട് നന്ദി പറയണം എന്ന് പറയുന്നു. What about me? I have 2 sons and 3 nephews at the front, said another passenger. അപ്പൊ വേറെ ആള് പറയാ, what about me? അപ്പൊ എന്റെ കാര്യത്തിലോ? I have 2 sons, എനിക്ക് 2 മക്കളുണ്ട്. and 3 nephews, എന്റെ 3 nephews ഉണ്ട്. at the front, യുദ്ധമുഖത്ത്. said, പറഞ്ഞത് another passenger, മറ്റൊരു യാത്രക്കാരനാണ്. മേ ബി, ബട്ട് ഇൻ അവർ കേസ് ഇറ്റ്സ് അവർ ഓൺലി സൺ, വെഞ്ചേർഡ് ദ ഹസ്ബൻഡ്. അപ്പോ ഇതൊക്കെ കേട്ട് നിൽക്കുന്ന ആ ഭാര്യയും ആ ഭർത്താവും ഉണ്ട് അല്ലെ, അതിൽ ആ ഭർത്താവ് പറയാ, മേ ബി, അങ്ങനെയൊക്കെ ആയിരിക്കാം, നിങ്ങളുടെ 2 മക്കളും നിങ്ങളുടെ മകനൊക്കെ പോയിട്ടുണ്ടാവാം. പക്ഷേ ഇൻ അവർ കേസ്, ഞങ്ങളുടെ കാര്യത്തിൽ ഇറ്റ് ഈസ് അവർ ഓൺലി സൺ, ഇത് ഞങ്ങളുടെ ഒരേ ഒരു മകനാണ്. വെഞ്ചേർഡ്, അയാൾ പറയാൻ തുനിഞ്ഞു. ദ ഹസ്ബൻഡ്, ആ ഭർത്താവ് പറയാൻ തുനിഞ്ഞു. നിങ്ങൾ ഇയാളെ സമാധാനിപ്പിക്കുകയാണെങ്കിൽ കരയേണ്ടെന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ദൈവത്തോട് നന്ദി പറയുന്ന ഓരോ കാരണങ്ങൾ പറയുമ്പോൾ ഇയാൾ പറയാണ്, നിങ്ങളുടെ കാര്യങ്ങളൊക്കെ അങ്ങനെയാവാം, പക്ഷെ എന്റെ കാര്യത്തിൽ ഇത് ഞങ്ങളുടെ ഒരേ ഒരു മകനാണ് എന്നാണ് അയാൾ പറയാൻ തുനിഞ്ഞത്. പക്ഷെ പറയാൻ തുനിഞ്ഞതേ ഉള്ളൂ, അപ്പോഴേക്കും അടുത്താൾ ഇടപെടുന്നുണ്ട്. എന്താ പറയുന്നത്? വാട്ട് ഡിഫറൻസ് ക്യാൻ ഇറ്റ് മേക്ക്? അതിൽ എന്ത് വ്യത്യാസമാണുള്ളത്? യു മേ സ്പോയിൽ യുവർ ഓൺലി സൺ. യു മേ സ്പോയിൽ, നിങ്ങൾ കൊഞ്ചിച്ചു വഷളാക്കാം. യുവർ ഓൺലി സൺ, നിങ്ങളുടെ ഒരേ ഒരു മകനെ. സ്പോയിൽ എന്ന് പറഞ്ഞാൽ കൊഞ്ചിച്ചു വഷളാക്കുക. യുവർ ഓൺലി സൺ, നിങ്ങളുടെ ഒരേ ഒരു മകനെ. ബൈ, എങ്ങനെ? എക്സസീവ് അറ്റൻഷൻസ്, വളരെയധികം അറ്റൻഷൻ, ശ്രദ്ധ കൊടുത്തുകൊണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഒരേ ഒരു മകനാണെങ്കിൽ ആ മകനെ നിങ്ങൾക്ക് വളരെയധികം ശ്രദ്ധ കൊടുത്തുകൊണ്ട് എന്ത് ചെയ്യാം? കൊഞ്ചിച്ചു വഷളാക്കാം. പക്ഷേ യു കെൻ നോട്ട് ലവ് ഹിം, നിങ്ങൾക്ക് അവനെ സ്നേഹിക്കാൻ കഴിയില്ല. മോർ ദാൻ യു വുഡ് ലവ്, നിങ്ങൾ സ്നേഹിക്കുന്നതിനേക്കാൾ കൂടുതൽ. ഓൾ യുവർ അതർ ചിൽഡ്രൻ, മറ്റുള്ള മക്കളെ. ഇഫ് യു ഹാഡ് എനി, നിങ്ങൾക്ക് ആരെങ്കിലും ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് മറ്റുള്ള മക്കൾ ഉണ്ടെങ്കിൽ ആ മക്കളെക്കാൾ കൂടുതൽ ഈ മകനെ നിങ്ങൾക്ക് ഒരിക്കലും സ്നേഹിക്കാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് ഒറ്റ കുട്ടിയല്ലേ ഉള്ളൂ, ആ ഒറ്റ കുട്ടിയാവുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അവനെ കൊഞ്ചിച്ച് വഷളാക്കാം. പക്ഷെ നിങ്ങൾക്ക് വേറെയും കുട്ടികൾ ഉണ്ടെങ്കിൽ ആ കുട്ടികളെക്കാൾ കൂടുതലായിട്ട് ഈ കുട്ടിയെ മാത്രമായിട്ട് നിങ്ങൾക്ക് ഒരിക്കലും സ്നേഹിക്കാൻ കഴിയില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? പേരന്റ് ലവ് ഈസ് നോട്ട് ലൈക്ക് ബ്രെഡ്. പേരന്റ് ലവ്, ഒരു അച്ഛന്റെ അമ്മയുടെയും സ്നേഹം എന്ന് പറയുന്നത് ഈസ് നോട്ട് ലൈക്ക്, എന്തുപോലെയല്ല? ബ്രെഡ് പോലെയല്ല. ദർ ക്യാൻ ബി ബ്രോക്കൺ ഇൻ പീസസ്, അതെന്ത് ചെയ്യാം? ബ്രെഡ് ആണെങ്കിൽ നമുക്ക് കഷ്ണങ്ങളാക്കി മുറിക്കാം. ആൻഡ് സ്പ്ലിറ്റ്, അത് മുറിച്ചു കൊടുക്കാം. എമംഗ്സ്റ്റ് ദിസ് ചിൽഡ്രൻ, കുട്ടികൾക്കിടയിൽ. ഇൻ ഈക്വൽ ഷെയർസ്, തുല്യമായ അളവിൽ. ഒരു ബ്രെഡ് നമുക്ക് എന്ത് ചെയ്യാം? എല്ലാ മക്കൾക്കും തുല്യമായ അളവിൽ മുറിച്ച് അവർക്ക് കൊടുക്കാം. അതുപോലെയല്ല അച്ഛന്റെയും അമ്മയുടെയും സ്നേഹം എന്ന് പറയുന്നത്. എന്തുകൊണ്ടാ? എ ഫാദർ ഗീവ്സ് ഓൾ ഹിസ് ലവ് ടു ഈച്ച് വൺ ഓഫ് ഹിസ് ചിൽഡ്രൻ. എ ഫാദർ, ഒരു അച്ഛൻ, ഗീവ്സ്, നൽകുന്നു, ഓൾ ഹിസ് ലവ്, അദ്ദേഹത്തിന്റെ മുഴുവൻ സ്നേഹവും, ടു ഈച്ച് വൺ ഓഫ് ഹിസ് ചിൽഡ്രൻ, അയാളുടെ ഓരോ കുട്ടികൾക്കും. വിത്തൗട്ട് ഡിസ്ക്രിമിനേഷൻ, ഒരു വിവേചനവും ഇല്ലാതെ. അപ്പൊ എത്ര കുട്ടികളുണ്ടോ അവർക്ക് എല്ലാവർക്കും ഒരേപോലെ അയാളുടെ സ്നേഹം മുഴുവൻ നൽകുകയാണ്. അതാണ് അദ്ദേഹം പറയുന്നത്. വെദർ ഇറ്റ് ബി 1 or 10, അത് 1 ആണെങ്കിലും 10 ആണെങ്കിലും, ഒരു കുട്ടിയാണെങ്കിലും 10 കുട്ടികളാണെങ്കിലും, എല്ലാ കുട്ടികൾക്കും സ്നേഹം മുഴുവൻ കൊടുക്കുകയാണ്. അവിടെ ഒരു സ്നേഹത്തെ മുറിച്ച് വീതിച്ചു കൊടുക്കുകയല്ല ചെയ്യുന്നത്. എല്ലാവരെയും അദ്ദേഹത്തിന്റെ പൂർണ്ണമായിട്ട് മുഴുവനായിട്ടുള്ള സ്നേഹം എല്ലാവർക്കും കൊടുക്കുകയായിരിക്കും, 10 ആണെങ്കിലും 1 ആണെങ്കിലും. If I am suffering now for my 2 sons, I am not suffering half for each of them, but double. അദ്ദേഹം പറയുന്നത് എന്താണെന്നറിയോ? ഇഫ് ഐ ആം സഫറിങ് നൗ, ഞാൻ ഇപ്പോ വേദനിക്കുന്നുണ്ടെങ്കിൽ, ഫോർ മൈ 2 സൺസ്, എന്റെ 2 മക്കൾ കാരണമായിട്ട് ഞാൻ വേദനിക്കുന്നുണ്ടെങ്കിൽ, ഐ ആം നോട്ട് സഫറിങ്, ഞാൻ എങ്ങനെയല്ല വേദനിക്കുന്നത്? ഹാഫ് ഫോർ ഈച്ച്, ഓരോരുത്തർക്കും, ഈച്ച് ഓഫ് ദം, ഓരോരുത്തർക്കും വേണ്ടി പകുതിയല്ല ഞാൻ വേദനിക്കുന്നത്, ബട്ട് ഡബിൾ, പക്ഷെ ഇരട്ടിയാണ്. അതായത് 2 മക്കൾ പോകുമ്പോൾ ഇരട്ടി വേദന ഉണ്ടാവും. അല്ലാതെ ഒരാൾക്ക് പകുതി വേദനയൊന്നും അല്ലല്ലോ. മക്കൾക്ക് സ്നേഹം വാരി കോരി കൊടുക്കുമ്പോൾ അവർ പോകുമ്പോൾ ഡബിൾ വേദന ആയിരിക്കുമെന്നാണ് ഇയാള് ആ അച്ഛനെ പറഞ്ഞ് മനസ്സിലാക്കുന്നത്. ഒരു കുട്ടിയാണെങ്കിലും 10 കുട്ടിയാണെങ്കിലും വേദന കൂടെ ഉള്ളൂ. ഒരു കുട്ടിയാകുമ്പോൾ കൊടുക്കുന്ന അതേ സ്നേഹം തന്നെ 10 കുട്ടികൾക്കും തുല്യമായിട്ട് കൊടുക്കണമല്ലോ. അപ്പൊ എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ടും ഡബിൾ ആയിരിക്കും. എനിക്ക് 2 മക്കളുണ്ട്, ആ 2 മക്കളുടെ കാര്യത്തിലും എനിക്ക് ഡബിൾ ആണ് എന്നാണ് പറയുന്നത്. ട്രൂ സൈഡ് ദ എംബ്രേസ്ഡ് ഹസ്ബൻഡ്. അപ്പോ ആ വിഷമിച്ച ഹസ്ബൻഡ് നെടുവേർപ്പെട്ടുകൊണ്ട് പറയാം, ട്രൂ, നിങ്ങൾ പറഞ്ഞ സത്യമാണ്.
കാരണം എന്താ, ഒരു മകന് ഞാൻ കൊടുക്കുന്ന സ്നേഹം, എനിക്ക് 2 മക്കളുണ്ടെങ്കിലും ഞാൻ അവർക്ക് 2 പേർക്കും തുല്യമായിട്ടല്ലെങ്കിലും എന്റെ മുഴുവൻ സ്നേഹം ഞാൻ കൊടുക്കും. അവർ 2 ആൾ പോയി കഴിഞ്ഞാൽ എന്റെ വേദന 2 ഇരട്ടിയായിരിക്കും ഉണ്ടാവുക എന്നുള്ളത് സത്യമാണ് എന്നുള്ളത് എംബ്രേസ്ഡ് ഹസ്ബൻഡ്, ആ ഒരു വിഷമിച്ചിരിക്കുന്ന ഭർത്താവ് സമ്മതിച്ചുകൊണ്ട് നടുവേർപ്പെട്ടുകൊണ്ട് പറയാം. പക്ഷേ എന്നിട്ട് വീണ്ടും അയാൾ പറയുന്നത് അറിയോ? സപ്പോസ് എ ഫാദർ ഹാസ് 2 സൺസ്. സപ്പോസ് നിങ്ങൾ വിചാരിക്കുക, ഊഹിക്കുക, എ ഫാദർ, ഒരു അച്ഛന് ഹാസ് 2 സൺസ്, 2 മക്കളുണ്ടെന്ന് വിചാരിക്കുക, അറ്റ് ദി ഫ്രണ്ട്, യുദ്ധമുഖത്ത്. ആൻഡ് ഹി ലോസസ്, അയാൾക്ക് നഷ്ടമാകുന്നു, വൺ ഓഫ് ദം, അവരിൽ ഒരാളെ. ആൻഡ് ദർ ഇസ് സ്റ്റിൽ വൺ, പിന്നെയും ഒരാൾ ബാക്കിയുണ്ട്, ബാക്കിയുണ്ട്, ടു കൺസോൾ ഹിം, അയാളെ ആശ്വസിപ്പിക്കാൻ. വൈൽ, അതേ സമയം, അത്രയേ പറയുന്നുള്ളൂ, അവിടെ നിർത്തണം. അപ്പോഴേക്കും ആരോ ഇടപെടുന്നുണ്ട് അല്ലെ. അപ്പൊ അദ്ദേഹം പറയാണ്, നിങ്ങൾക്ക് പറഞ്ഞൊക്കെ ശരിയാണ്, പക്ഷേ നിങ്ങൾക്ക് 2 മക്കളുണ്ട് യുദ്ധമുഖത്ത്, അതിൽ ഒരാളെ നഷ്ടപ്പെട്ടാലും നിങ്ങളെ ആശ്വസിപ്പിക്കാൻ വേറൊരു മകനും കൂടി ഇല്ലേ എന്ന് പറഞ്ഞ്, അതേ സമയം എന്ന് പറഞ്ഞു നിർത്തിയപ്പോഴേക്കും അവിടെ എന്താ പറയുന്നത്? യെസ്, അതെ, ആൻസർ ദി അതർ. അപ്പോഴേക്കും മറ്റേ ആള് മറുപടി പറയാ. ഗെറ്റിംഗ് ക്രോസ്, ഇടയിൽ കയറിക്കൊണ്ട് മറ്റേ ആള് മറുപടി പറയാണ്. എന്താ പറയുന്ന അറിയോ? എ സൺ ലെഫ്റ്റ്, ഒരു മകൻ ബാക്കിയുണ്ട്, ടു കൺസോൾ ഹിം, അയാളെ ആശ്വസിപ്പിക്കാൻ. പക്ഷേ ആൾസോ എ സൺ ലെഫ്റ്റ്, ഒരു മകന് പോയിട്ടുണ്ട്, ഫോർ ഹും, അവന് വേണ്ടിയിട്ട്, ഹി മസ്റ്റ് സർവൈവ് ഇൻ ഡിസ്ട്രെസ്, അയാൾ എന്ത് ചെയ്യണം? മസ്റ്റ്, അദ്ദേഹം ചെയ്തുകൊണ്ടേയിരിക്കണം, സർവൈവ് ഇൻ ഡിസ്ട്രെസ്, സർവൈവ്, അദ്ദേഹം കഴിച്ചു കൂട്ടണം, ഇൻ ഡിസ്ട്രെസ്, വേദനയിൽ. ഒരു മകൻ ആശ്വസിപ്പിക്കാനുണ്ടെങ്കിലും മറ്റേ മകൻ പോയ വേദനയിൽ അദ്ദേഹത്തിന്റെ ജീവിതം കഴിച്ചു കൂട്ടണ്ടേ എന്ന് അതിനിടയിൽ കയറിക്കൊണ്ട് ഒരാൾ ചോദിക്കുക. ഡോണ്ട് യു സീ, നിങ്ങൾ കാണുന്നില്ലേ? ഹൗ മൈ കേസ്, എന്റെ കേസ് എങ്ങനെയാണ് നിങ്ങൾ കാണുന്നില്ലേ? വുഡ് ബി വേഴ്സ് ദാൻ യുവേഴ്സ്, നിങ്ങളെക്കാൾ എത്ര മോശമാണെന്ന് നിങ്ങൾ കാണുന്നില്ലേ എന്ന് ചോദിക്കുന്നു. നോൺസെൻസ്, ഇന്ററപ്റ്റഡ് അനദർ ട്രാവലർ. നോൺസെൻസ്, വിഡ്ഢിത്തരം. ഇന്ററപ്റ്റഡ്, അതിനിടയിൽ കയറി തടസ്സപ്പെടുത്തിക്കൊണ്ട് ഒരാൾ പറയാ. അനദർ ട്രാവലർ, മറ്റൊരു യാത്രക്കാരൻ. എ സ്റ്റൗട്ട്, നല്ല തടിയുള്ള, റെഡ് ഫേസ്ഡ് മാൻ, ഒരു ചുവന്ന മുഖമുള്ള ഒരാള്, വിത്ത് ബ്ലഡ് ഷോട്ട് ഐസ്, അദ്ദേഹത്തിന്റെ കണ്ണുകളുടെ നരമ്പുകളൊക്കെ ആകെ ചുവന്ന നരമ്പുകളൊക്കെ കാണാം, അങ്ങനെയുള്ള ഒരു മനുഷ്യൻ ഇതിനിടയിൽ കയറിക്കൊണ്ട് നോൺസെൻസ്, വിഡ്ഢിത്തം എന്ന് പറയാം. ഹിസ് പാൻഡിങ്, അദ്ദേഹം കിതക്കുന്നുണ്ട്. ഫ്രം ഹിസ് ബൾജിങ് ഐസ്, അദ്ദേഹത്തിന്റെ ഉന്തി നിൽക്കുന്ന, ബൾജിങ് ഐസ് എന്ന് പറഞ്ഞാൽ ഉന്തി നിൽക്കുന്ന കണ്ണുകൾ, സീമഡ്, കാണപ്പെട്ടു, എന്താണ്? ടു സ്പോർട്ട്, അദ്ദേഹം പ്രകടിപ്പിക്കുന്നതായിട്ട്, ഇന്നർ വയലൻസ്, അദ്ദേഹത്തിന് ഉള്ളിലുള്ള ഒരു നെഗറ്റീവ് വികാരം. ഇതൊക്കെ കേട്ടിട്ട് അദ്ദേഹത്തിന് അത്ര ഇഷ്ടപ്പെടുന്നില്ല, അത് അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ കാണാം. ഓഫ് ആൻ അൺകൺട്രോൾഡ് വൈറ്റാലിറ്റി, ഒരു നിയന്ത്രിക്കാൻ കഴിയാത്ത, അൺകൺട്രോൾഡ് എന്ന് പറഞ്ഞാൽ നിയന്ത്രിതാധീനമായിട്ടുള്ള, നിയന്ത്രിക്കാൻ കഴിയാത്ത ഒരു ഊർജം, വൈറ്റാലിറ്റി എന്ന് പറഞ്ഞ ഒരു ഊർജം, അതിന്റെ ഒരു നെഗറ്റീവ് എനർജി അദ്ദേഹത്തിനുള്ളിൽ. ഇതൊന്നും കേട്ടിട്ട് അദ്ദേഹത്തിന് സഹിക്കാൻ കഴിയുന്നില്ല. അപ്പൊ അദ്ദേഹം ഇതിനിടയിൽ കയറിക്കൊണ്ട് നോൺസെൻസ് എന്ന് പറയാണ്. അദ്ദേഹം പറയാ നോൺസെൻസ്, ഹി റിപ്പീറ്റഡ്, വീണ്ടും അദ്ദേഹം റിപ്പീറ്റ് ചെയ്തുകൊണ്ട് ആവർത്തിച്ചുകൊണ്ട് പറയാം നോൺസെൻസ്, വിട്ടുതരാം. ഡു വി ഗീവ് ലൈഫ്, നമ്മൾ ജന്മം നൽകുന്നത്, ടു അവർ ചിൽഡ്രൻ, നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ ജന്മം നൽകുന്നത്, ഫോർ അവർ ഓൺ ബെനിഫിറ്റ്, നമ്മുടെ സ്വന്തം ലാഭത്തിന് വേണ്ടിയാണോ? അപ്പൊ അദ്ദേഹം ചോദിക്കാണ്, നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുന്നത് നമ്മുടെ സ്വന്തം ലാഭത്തിന് വേണ്ടിയാണോ എന്ന് അദ്ദേഹം ചോദിച്ചു. ദ അതർ ട്രാവലേഴ്സ്, അപ്പൊ അതിലുള്ള മറ്റുള്ള യാത്രക്കാരുണ്ടല്ലോ, സ്റ്റേഡ്, തുറിച്ചു നോക്കി, അലഹിം, അദ്ദേഹത്തെ, ഇൻ ഡിസ്റ്റൻസ്, ഉത്കണ്ഠയിൽ. ഇയാളിപ്പോ എന്താ പറയാൻ പോകുന്നത്, എന്താണ് ഇയാൾ പറയുന്നത് എന്നുള്ള രൂപത്തിൽ എല്ലാവരും അദ്ദേഹത്തെ തുറിച്ചു നോക്കി. ദ വൺ ഹു ഹാഡ് ഹിസ് സൺ അറ്റ് ദി ഫ്രണ്ട് സിൻസ് ദ ഫസ്റ്റ് ഡേ ഓഫ് ദി വാർ സൈഡ്. ദ വൺ, ഒരാളുണ്ടല്ലോ, ഏതാളാണ്? ഹു ഹാഡ് ഹിസ് സൺ, അദ്ദേഹത്തിന്റെ മകൻ ഉണ്ടായിരുന്നു, അറ്റ് ദി ഫ്രണ്ട്, ആ യുദ്ധമുഖത്ത്, സിൻസ് ദ ഫസ്റ്റ് ഡേ, ആദ്യത്തെ ദിവസം. അപ്പൊ ആദ്യത്തെ ദിവസം തന്നെ ആ യുദ്ധത്തിന്റെ ഫസ്റ്റ്, ആ യുദ്ധമുഖത്തിലേക്ക് പോയി എന്ന് പറഞ്ഞ ഒരാൾ സംസാരിച്ചല്ലോ നേരത്തെ. അയാള് എന്താ ചെയ്തത്? സൈഡ്, നെടുവേർപ്പെട്ടുകൊണ്ട് അദ്ദേഹം പറയാം, യു ആർ റൈറ്റ്, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. അവർ ചിൽഡ്രൻ, നമ്മുടെ കുട്ടികളൊന്നും, ഡു നോട്ട് ബിലോങ് ടു അസ്, നമ്മുടെ സ്വന്തമല്ല. നോട്ട് ബിലോങ് എന്ന് പറഞ്ഞാൽ സ്വന്തമല്ല, ടു അസ്, നമുക്ക് സ്വന്തമല്ല. ദേ ബിലോങ് ടു ദി കൺട്രി, അവർ ഈ രാജ്യത്തിന്റെ, ഈ നാടിന്റെ സ്വന്തമാണ്. അപ്പൊ അയാൾ പറഞ്ഞത്, നമ്മള് കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുന്നത് എന്തിനു വേണ്ടിയാണ്? നമ്മളെ സ്വന്തം ലാഭത്തിന് വേണ്ടിയാണെന്ന് ചോദിച്ചപ്പോ അവിടെയുള്ള ആദ്യമായിട്ട് തന്റെ മകനെ ആദ്യത്തെ ദിവസം തന്നെ പറഞ്ഞയച്ച, അല്ലെങ്കിൽ പോയ ആ മകന്റെ അച്ഛനുണ്ടല്ലോ, അച്ഛൻ പറയാം, നിങ്ങൾ പറഞ്ഞ ശരിയാ, നമ്മളെ കുഞ്ഞുങ്ങൾ നമ്മുടെ സ്വന്തമല്ല, പിന്നെയോ ഈ നാടിന്റെ സ്വന്തമാണ്. ബോഷ് റിട്ടോർട്ടഡ് ദ സ്റ്റൗട്ട് ട്രാവലർ. ബോഷ് റിട്ടോർട്ടഡ് എന്ന് പറഞ്ഞാൽ എതിർത്തുകൊണ്ട് സംസാരിക്കുക, അതിന് വേണ്ടിയിട്ടുള്ള ബോഷ് എന്നുള്ളൊരു പ്രയോഗമാണ്. ദ സ്റ്റൗട്ട് ട്രാവലർ, ആ ഒരു തടിച്ച യാത്രക്കാരൻ അതിനെ എതിർത്തുകൊണ്ട് പറയാം. ഡു വി തിങ്ക് ഓഫ് ദ കൺട്രി വെൻ വി ഗീവ് ലൈഫ് ടു അവർ ചിൽഡ്രൻ. ഡു വി തിങ്ക്, നമ്മൾ ചിന്തിക്കുമോ? ഓഫ് ദി കൺട്രി, നമ്മുടെ നാടിനെ കുറിച്ച്. വെൻ വി ഗീവ് ലൈഫ് ടു അവർ ചിൽഡ്രൻ, നമ്മുടെ മക്കൾക്ക് നമ്മൾ ജന്മം നൽകുമ്പോൾ നമ്മൾ നമ്മുടെ രാജ്യത്തെ കുറിച്ച് ചിന്തിക്കുമോ? വി ബിലോങ് ടു ദം, നമ്മൾ അവർക്ക് സ്വന്തമാണ്. പക്ഷേ ദേ നെവർ ബിലോങ് ടു അസ്, അവർ നമുക്കൊരിക്കലും സ്വന്തമല്ല.
ആൻഡ് വെൻ ദേ റീച്ച് 20, അവർക്ക് 20 വയസ്സാകുമ്പോൾ ദേ ആർ എക്സാക്ട്ലി, അവർ അതേപോലെ ആയിരിക്കും വാട്ട് വി വർ അറ്റ് ദെയർ ഏജ്, അവരുടെ ആ പ്രായത്തിൽ നമ്മൾ എങ്ങനെയായിരുന്നു അതേപോലെ തന്നെ ആയിരിക്കും ആ മക്കൾ പെരുമാറുക. നൗ അറ്റ് അവർ ഏജ്, ഇപ്പോ നമ്മുടെ പ്രായത്തിൽ, ഈ ഒരു പ്രായത്തിൽ ദ ലവ് ഓഫ് അവർ കൺട്രി ഈസ് സ്റ്റിൽ ഗ്രേറ്റ്, നമ്മുടെ രാജ്യത്തോടുള്ള നമ്മുടെ സ്നേഹം വളരെ വലുതാണ്. ഓഫ് കോഴ്സ്, തീർച്ചയായിട്ടും. പക്ഷേ സ്ട്രോങ്ങർ ദാൻ ഇറ്റ്, അതിനേക്കാൾ ശക്തിയുള്ളത്, അതിനേക്കാൾ കൂടുതലായിട്ടുള്ളത് ഈസ് ദ ലവ് ഓഫ് അവർ ചിൽഡ്രൻ, നമ്മുടെ കുട്ടികളോടുള്ള നമ്മുടെ സ്നേഹമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്. ഈസ് ദർ എനി വൺ ഓഫ് us, ഇവിടെ ആരെങ്കിലും ഉണ്ടോ, ഹു വുഡിൻ ഗ്ലാഡ്ലി ടേക്ക്, ഏറ്റെടുക്കാൻ തയ്യാറല്ലാത്ത ആരെങ്കിലും ഉണ്ടോ, ഹിസ് സൺസ് പ്ലേസ്, തന്റെ മകന്റെ സ്ഥാനം, അറ്റ് ദി ഫ്രണ്ട് ഇഫ് ഹി കുഡ്, ആ യുദ്ധമുഖത്ത് തന്റെ മകന്റെ സ്ഥാനം ഏറ്റെടുക്കാൻ കഴിഞ്ഞിട്ടും സന്തോഷത്തോടെ ഏറ്റെടുക്കാത്ത ആരെങ്കിലും ഇവിടെ ഇരിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുക. അതായത് ഇപ്പൊ മക്കളെ യുദ്ധമുഖത്ത് യുദ്ധം ചെയ്യാണല്ലോ അല്ലെ, അപ്പൊ അവരുടെ സ്ഥാനം നിങ്ങൾക്ക് ഏറ്റെടുക്കാൻ കഴിയുമെങ്കിൽ അത് സന്തോഷത്തോടെ ഏറ്റെടുക്കാത്ത ആരെങ്കിലും ഇവിടെ ഉണ്ടാകുമോ എന്ന് ചോദിക്കുന്നു. There was a silence all round. There was a silence. അവിടെ ആകെ നിശബ്ദമായി, all round, അവിടെ മുഴുവനും. എവ്രിബഡി, എല്ലാവരും, നോഡിങ്, അവരൊക്കെ തലയാട്ടുന്നുണ്ടായിരുന്നു. ആസ് ഇഫ് ദ അപ്രൂവ്, അത് അയാൾ പറഞ്ഞ കാര്യം അംഗീകരിക്കുന്ന പോലെ എല്ലാവരും തലയാട്ടി. ദ സ്റ്റൗട്ട് മാൻ കണ്ടിന്യൂഡ്, ആ ഒരു തടിച്ച മനുഷ്യൻ വീണ്ടും തുടരാണ്. ഈസൻ ഇറ്റ് നാച്ചുറൽ, ഇത് സ്വാഭാവികമല്ലേ, ദാറ്റ് അറ്റ് ദർ ഏജ്, അവരുടെ ഈ പ്രായത്തിൽ, ദേ ഷുഡ് കൺസിഡർ, അവർ പരിഗണിക്കും, ദ ലവ് ഫോർ ദെയർ കൺട്രി, അവരുടെ നാടിനോടുള്ള അവരുടെ സ്നേഹം അവര് പരിഗണിക്കും. പിന്നെയോ ഇവൻ ഗ്രേറ്റർ ദാൻ ദെയർ ലവ് ഫോർ us, എന്തിനേക്കാൾ, ഇവൻ ഗ്രേറ്റർ, വലിയ അളവിൽ, ദാൻ ദെയർ ലവ് ഫോർ us, നമ്മളോടുള്ള സ്നേഹത്തെക്കാൾ കൂടുതൽ അവർ ഈ രാജ്യത്തെ പരിഗണിക്കും, ഈ നാടിനോടുള്ള സ്നേഹമായിരിക്കും അവർക്ക് ഉണ്ടാകുക. അത് സ്വാഭാവികമല്ലേ എന്ന് അദ്ദേഹം ചോദിക്കുക. ഇഫ് കൺട്രി ഇസ് എ നാച്ചുറൽ നെസസിറ്റി, ഇഫ് കൺട്രി നമ്മുടെ രാജ്യമാണെങ്കിൽ, നമ്മുടെ നാടാണെങ്കിൽ, ഇസ് എ നാച്ചുറൽ നെസസിറ്റി, ഒരു നാച്ചുറൽ ആയിട്ടുള്ള സ്വാഭാവികമായിട്ടുള്ള ഒരു അനിവാര്യതയാണെങ്കിൽ, ലൈക്ക് ബ്രെഡ് പോലെ, ബ്രെഡ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും അനിവാര്യമായിട്ടുള്ള സാധനമാണ് അല്ലെ, അതേപോലുള്ള സാധനമാണ് നമ്മുടെ രാജ്യമെങ്കിൽ, സംബഡി മസ്റ്റ് ഗോ, ആരെങ്കിലും പോയേ പറ്റൂ, ടു ഡിഫെൻഡ് ഇറ്റ്, അതിനെ സംരക്ഷിക്കാൻ. അപ്പോ ബ്രെഡ് പോലെ, ഭക്ഷണം പോലെ നമ്മുടെ ജീവിതത്തിൽ അത്യാവശ്യമുള്ള സാധനമാണെങ്കിൽ അതിനെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അതേപോലെ തന്നെയാണ് നമ്മുടെ രാജ്യവും, ആ രാജ്യത്തെ സംരക്ഷിക്കാൻ ആരെങ്കിലും പോയേ മതിയാകൂ. ആൻഡ് അവർ സൺസ് ഗോ, അപ്പോ നമ്മുടെ മക്കൾ പോകുന്നു. വെൻ ദേ ആർ 20, അവർ 20 വയസ്സാകുമ്പോൾ. ആൻഡ് ദേ ഡോണ്ട് വാണ്ട് ടീയേഴ്സ്, അവരെന്ത് ആഗ്രഹിക്കുന്നില്ല, അവർ ആഗ്രഹിക്കുന്നില്ല ടീയേഴ്സ്, കണ്ണുനീരോ അല്ലെങ്കിൽ സങ്കടമൊന്നും അല്ല അവർ ആഗ്രഹിക്കുന്നത്. ബിക്കോസ്, കാരണം എന്താണെന്നറിയോ, ഇഫ് ദേ ഡൈ, അവർ മരിക്കുകയാണെങ്കിൽ, ദേ ഡൈ ഹാപ്പി, അവർ സന്തോഷത്തോടെ മരിക്കുന്നു. അപ്പൊ അദ്ദേഹം ആ ഒരു മക്കളെ ന്യായീകരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ആ മക്കൾ പോയ കാര്യം നല്ല കാര്യമാണ്, ആ പ്രായത്തിൽ നമ്മളാണെങ്കിലും അതൊക്കെ തന്നെയാണ് ചെയ്യുക എന്നുള്ളത് ആ വണ്ടിയിലിരിക്കുന്ന, ആ ഒരു ട്രെയിനിലിരിക്കുന്ന ആൾക്കാരോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് അദ്ദേഹം. ഇത്രയും കാര്യം നമുക്ക് പാർട്ട് 1 ഡിസ്കസ് ചെയ്യാം. ഇതിന്റെ ബാക്കി ഭാഗം പാർട്ട് 2 നമുക്ക് വീണ്ടും ഡിസ്കസ് ചെയ്യാം, കാണാം.